ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലെത്തിയതാണ് ഷൈൻ ടോം ചാക്കോ. മലയാളത്തിലൂടെ തുടങ്ങി തമിഴ് സിനിമകളുടെയും ഭാഗമാവുകയായിരുന്നു അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. എല്ലായ്പ്പോഴും കൂടെ നിന്ന് മുന്നോട്ട് നയിച്ചിരുന്നത് അപ്പനായിരുന്നു. ആ വിയോഗം ഇന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. ഷൈനിന്റെ ട്രീറ്റ്മെന്റിനായി ബംഗളൂരിലേക്ക് പോയി മടങ്ങി വരുന്നതിനിടയിലുണ്ടായ അപകടത്തിലായിരുന്നു പിതാവ് മരിച്ചത്. പരിക്കുകളോടെ ഷൈനും മാതാവും രക്ഷപ്പെടുകയായിരുന്നു. സർജറി അടക്കമുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് ഇരുവരും ആരോഗ്യം വീണ്ടെടുത്തത്. ഇപ്പോഴിതാ പൊതുപരിപാടികളിലും സജീവമായിരിക്കുകയാണ് ഷൈൻ. മമ്മൂട്ടിയുടെയും TV ചന്ദ്രന്റെയും പിന്തുണയെക്കുറിച്ചും വിജയ്ക്കൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുള്ള വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. TV ചന്ദ്രൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിലായിരുന്നു ഷൈനിന്റെ തുറന്നു പറച്ചിൽ. പുതിയ സിനിമയിലേക്കാണ് വിളിക്കുന്നതെന്നാണ് കരുതിയത്. പിന്നീടാണ് പറഞ്ഞത് ഈയൊരു ആഘോഷത്തിലേക്കാണെന്ന്. ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇനിയും സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കൊരു പ്രശ്നം വന്ന് തന്റെ പാസ്പോർട്ടൊക്കെ വാങ്ങിവെച്ചിരുന്നു. ചന്ദ്രൻ സാറിന്റെ പടം വന്നപ്പോഴാണ് അത് തിരികെ വാങ്ങിക്കുന്നത്. മോഹമലയും സിനിമയുടെ ചിത്രീകരണം ബഹറിലായിരുന്നു. അതിനുശേഷം ഒരാൾ കുറ്റക്കാരനാണെന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയും കുറച്ചുനാൾ കൊണ്ടാടുകയും ചെയ്തിട്ട് സമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ ഒരു അപകർഷതാ ബോധമുണ്ടാകും. പിന്നീട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ താൻ ചെന്നുപെട്ടതാണെങ്കിലോ സിംഹം എന്ന് പറയുന്ന പോലെ ഒരു മച്ചാന് മുന്നിൽ. ചന്ദ്രൻ സാർ ആരെയും വകവെക്കില്ല. നല്ല ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആൾ. പോയി പണി നോക്കാൻ പറയടാ അവരോട് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടിയ എനർജിയും കോൺഫിഡൻസും ഒക്കെയാണ് പിന്നെ തന്നെ നയിച്ചത്. ഉള്ളിലെ അപകർഷതാബോധം പോയി. ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റി. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസോടെ നിൽക്കാൻ പറ്റി. എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് തന്നെ മാറ്റിയത് മോഹവലയം എന്ന ചിത്രം തന്നെയാണ്. ക്ലാസ്സിൽ പ്രസന്റ് വിളിക്കുന്ന പോലെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞായിരുന്നു ഷൈൻ സംസാരിച്ചു തുടങ്ങിയത്. ചന്ദ്രേട്ടന്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാട ഇരുന്ന് ആടുന്ന കവുങ്ങാണ്. അന്ന് കുട്ടിയായിരുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ സിനിമ ചെയ്യുന്നത്, അടിയും ഇടിയും ഒന്നും കാണാനില്ലല്ലോ എന്ന്. ഒരിക്കൽ കാണാനിരുന്നാൽ നമുക്കതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. കുഞ്ഞായിരുന്ന സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ താൻ അടുപ്പിച്ചു കണ്ട 2 പടങ്ങളായിരുന്നു പൊന്തന്മാടയും വിധേയനും. അതിൽ 2ലും മമ്മൂക്കയായിരുന്നു. പിന്നീട് താൻ സിനിമയിൽ വന്നു. കമൽ സാറിന്റെ അസിസ്റ്റന്റായാണ് വന്നത്. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. മമ്മൂക്ക പറഞ്ഞ കാര്യമാണ്, ഒരു നടൻ ബിഗ് ബജറ്റ് പടം ചെയ്താൽ ലോ ബജറ്റ് പടങ്ങളും ചെയ്യണം. ആദ്യം 50 കോടിയുടെ, പിന്നീട് 55 കോടിയുടെ, പിന്നീട് 100 കോടി. അങ്ങനെയല്ല ഒരു നടൻ ഉണ്ടാകുന്നത്. 50 കോടി ചെയ്തു കഴിഞ്ഞാൽ ആ നടന് 2 കോടിയുടെ സിനിമയും ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്താലേ ഇൻഡസ്ട്രി നിലനിൽക്കുകയുള്ളൂ, പടങ്ങളും വരൂ. ഇക്കാര്യം മനസ്സിൽ വെച്ച് താൻ വിജയോട് ചോദിച്ചിരുന്നു, സാർ ഒരു വർഷം ഒരു പടമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് 7 പടം ചെയ്തു വരുമ്പോഴേക്കും 1 വർഷമാകും. അല്ല ചെറിയ പടങ്ങൾ ചെയ്തൂടെ, 1 കോടിയുടെയും 2 കോടിയുടെയും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ നോക്കി ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്.